അമൃതാനന്ദമയ്യെ ചുംബിച്ചതിൽ വിശദീകരണവുമായി മന്ത്രി സജി ചെറിയാൻ. എന്റെ അമ്മ എനിക്ക് ചുംബനം തരുന്നത് പോലെയാണ് തോന്നിയതെന്ന് സജി ചെറിയാൻ പറഞ്ഞു. തന്റെ അമ്മയുടെ പ്രായമുണ്ട്, ഞാൻ ആ സ്ഥാനത്താണ് കണ്ടത്. ഞാൻ അമ്മയ്ക്ക് തിരിച്ചും ചുംബനം നൽകി. അവർ ദൈവമാണോ അല്ലയോ എന്നത് എന്റെ വിഷയമല്ല എന്നും സജി ചെറിയാൻ പറഞ്ഞു. കായംകുളത്ത് നഗരസഭാ ഗ്രന്ഥശാല ഉദ്ഘാടന പരിപാടിയിലായിരുന്നു വിശദീകരണം. എൻ്റെ അമ്മ എനിക്ക് തരുന്ന ഒരു ഉമ്മയുടെ യോഗ്യതയാണ് ഞാനത് കണ്ടത്. അതിനപ്പുറത്തേക്കൊന്നും കണ്ടില്ല. ഞാൻ അമ്മയ്ക്ക് ഷാൾ ഇട്ടിട്ട് ഞാനൊരു ചുംബനം അമ്മയ്ക്ക് കൊടുത്തു. എൻ്റെ അമ്മയുടെ പ്രായമുള്ള എൻ്റെ അമ്മയുടെ സ്ഥാനത്തേക്ക് ഒരു അമ്മയ്ക്ക് ഞാൻ ഉമ്മ കൊടുക്കുന്നുണ്ട്. നാട്ടിൽ പലർക്കും സഹിക്കാൻ പറ്റുന്നില്ല. അതൊന്നും എഴുതി സഹിച്ചാൽ എന്തിനോടെ പോയി ഇങ്ങനെയുള്ള ദൈവത്തെ കാണാൻ പോയി. ശരി, ഇത് ദൈവമായിട്ട് ഞാൻ ആരോടും പറഞ്ഞില്ല. ദൈവമായിട്ട് എനിക്കറിയേണ്ട കാര്യമില്ല. എൻ്റെ മുമ്പിലുള്ള വിഷയം എന്താ, ഗവൺമെൻറ് മുമ്പിലുള്ള വിഷയം എന്താ? അവര് 25 വർഷം മുമ്പ് കേരളത്തിൻ്റെ ഭാഷ എടുത്തുകൊണ്ട് ഈ നാടിന് വേണ്ടി പ്രസംഗിച്ചു. അതിനെ അംഗീകരിക്കണം. അതാണ് ഗവൺമെൻറ്. സിബി ജോസഫ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിബി, ഇപ്പോൾ മന്ത്രി സൂചിപ്പിച്ചതുപോലെ ആ ചുംബനം വളരെയധികം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. മറ്റ് നേതാക്കളൊന്നും തന്നെ CPM ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുമുണ്ടായിരുന്നില്ല. എന്താണ് മന്ത്രിയുടെ വിശദീകരണം? ഈ അമൃതാനന്ദമയുടെ 72ാം ജന്മദിനവും അതോടൊപ്പം തന്നെ UN ജനറൽ അസംബ്ലി അഭിസംബോധന ചെയ്ത് സംസാരിച്ചതിൻ്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ഒരു പരിപാടിയിലാണ് സംസ്ഥാന സർക്കാർ ആദരിക്കുകയും കൂടാതെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായ സജി ചെറിയാൻ ഈ അമൃതാനന്ദമയെ ആശ്ലേഷിക്കുകയും ഉമ്മ വയ്ക്കുകയും ചെയ്യുന്ന ഒരു ദൃശ്യമടക്കം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. മാത്രമല്ല, ഇത് CPM-നെയും ഇടത് ഹാൻഡ് എല്ലാവരെയും വിമർശിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ പരിഹസിച്ചുകൊണ്ടുമുള്ള ഒരു വലിയ രീതിയിൽ ഈ ഒരു ദൃശ്യങ്ങളും ചിത്രങ്ങളും പ്രചരിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് മന്ത്രി സജി ചെറിയാൻ ഇന്നിപ്പോൾ ആലപ്പുഴയിൽ നടന്ന വിവിധ പരിപാടികളിൽ ഇതിനൊരു മറുപടിയുമായി രംഗത്ത് വന്നത്. ഇന്നിപ്പോൾ കായംകുളത്ത് നഗരസഭാ ഗ്രന്ഥശാല ഉദ്ഘാടന പരിപാടിയിലാണ് ഇത്തരത്തിൽ സജി ചെറിയാൻ ഇതിലൊരു വിശദീകരണവുമായി രംഗത്ത് വന്നത്. ഇതിൽ സജി ചെറിയാൻ പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ അമ്മ എനിക്ക് ചുംബനം തരുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് എൻ്റെ അമ്മയുടെ പ്രായമുണ്ട് അമൃതാനന്ദമയ്ക്ക്, അതുകൊണ്ടാണ് ഞാൻ ആ സ്ഥാനത്ത് കാണുകയും അത്തരത്തിൽ തിരിച്ച് ഒരു ഉമ്മ വയ്ക്കുകയും ചെയ്തത്. ഇതിന് ഇവിടെ ആർക്കാണ് പ്രശ്നം? 25 വർഷം മുമ്പ് അവർ UN-ൽ മലയാളത്തിൽ പ്രസംഗിച്ചു. അത് ചെറിയൊരു കാര്യമല്ല. 4ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമാണ് അമൃതാനന്ദമയ്ക്ക് ഉള്ളത്. ആ ഒരു പ്രസംഗം ഞാൻ കേട്ടു. എനിക്ക് ഒരുപാട് അമൃതാനന്ദമയുടെ ഈ ഒരു പ്രസംഗം ഇഷ്ടപ്പെട്ടു. അമൃതാനന്ദമയി ഒരുപാട് ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നു. ഭക്തർ വഴി അത് നിരവധി പേരെ അവർ സഹായിക്കുന്നുണ്ട്. അവർ ദൈവമാണോ അല്ലയോ എന്നത് എൻ്റെ വിഷയമല്ല. ഞങ്ങൾ ആരും അവർ ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല. ആദരിക്കപ്പെടേണ്ട വ്യക്തിത്വമാണ് അവർ. അതാണ് സംസ്ഥാന സർക്കാർ അവരെ ആദരിച്ചത്. എല്ലാവർക്കും അവരുടെ ആലിംഗനത്തിൽ പെടാം, പക്ഷേ ഞങ്ങൾക്ക് അത് പറ്റില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി എന്നാണ് സജി ചെറിയാൻ്റെ ഒരു മറുപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സോഷ്യൽ മീഡിയ അടക്കം വലിയ വ്യാപകമായ വിമർശനവും പരിഹാസവുമാണ് ഈ അമൃതാനന്ദമയുമായിട്ടുള്ള ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങളും ദൃശ്യങ്ങളും പ്രചരിപ്പിച്ചത്. പ്രത്യേകിച്ച് CPM നേതാവായ P ജയരാജന്റെ മകനടക്കം സോഷ്യൽ മീഡിയയിൽ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സജി ചെറിയാൻ ഇന്നിപ്പോൾ കായംകുളത്ത് വന്ന പരിപാടിയിൽ ഇതിലൊരു മറുപടിയുമായി രംഗത്ത് വന്നത്. അമൃത.